തീർച്ചയായിട്ടും നമുക്കുള്ളതായ ഏറ്റവും വലിയ ആശങ്ക ഞാൻ ആദ്യം പറഞ്ഞല്ലോ. അതായത് ഇപ്പോൾ അവരെ ആ സിസ്റ്റേഴ്സിനെ കൈകാര്യം ചെയ്ത രീതി, കൊടും ഭീകരവാദികളെ, കുറ്റവാളികളെ കൈകാര്യം ചെയ്യുന്ന രീതിയിലാണ്. അതുങ്ങൾ നമ്മുടെ ബൈബിളിലൊരു വേദഭാഗമുണ്ട്, അറുക്കുവാനുള്ള ആട്ടിൻകുട്ടിയെപ്പോലെ അവർ മൗനമായിരുന്നു. എത്ര സങ്കടകരമായ ഒരു ദൃശ്യമായിരുന്നു അത്. അവരെന്താ ചെയ്തത്? അവർ ആയുധങ്ങളുമായിട്ട് ഈ കുട്ടികളെ കൂട്ടിക്കൊണ്ട് പോകാനാണ്. അപ്പോൾ അതുകൊണ്ട് അവരുടെ അനുവദിച്ചിരിക്കുന്ന വസ്ത്രം ധരിക്കാൻ പോലും അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഭാരതത്തിൻ്റെ ചൈതന്യം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഏകം സത് വിപ്ര ബഹുത വദന്തി. ഇവിടുത്തെ ഈ സംസ്കാരത്തിനോടുള്ള വെല്ലുവിളിയാണത്. ലോകത്തിലെ എല്ലാ മതങ്ങളും ഇവിടെ കടന്നു വരുവാനും ഇവിടെ നിലനിൽക്കുവാനും ഇവിടെ പീഡനങ്ങളേൽക്കാതെ, അതാണ് നമ്മുടെ ഈ ഭാരതീയ സംസ്കാരം എന്ന് പറയുന്ന ആർഷഭാരത സംസ്കാരം. അത് ഇന്ന് ലോകത്തിൻ്റെ മുൻപിൽ ഭാരതത്തെ വ്യത്യസ്തപ്പെടുത്തി നിർത്തുന്നതും നമ്മുടെ ഈ മത സ്വാതന്ത്ര്യവും മതേതരത്വവും ഈ പ്ലൂരാലിറ്റിയാണ്. അപ്പോൾ ഇത് നഷ്ടപ്പെടുത്തുവാനുള്ളതായ പിന്നെ ഭയം കൂടാതെ ഒരു വ്യക്തിക്ക് സഞ്ചരിക്കുവാനും അതുപോലെ ജീവിക്കുവാനും അവനവൻ്റെ ഏത് മതവിഭാഗമോ പ്രത്യയശാസ്ത്രത്തിൽപ്പെട്ടവനാണെങ്കിലും അവർക്ക് ജീവിക്കുവാനുമുള്ളതായ സാഹചര്യങ്ങൾക്ക് നിയമപരിരക്ഷ ലഭിക്കാതെ വരുന്നു എന്നുള്ള ഒരു സാഹചര്യം, അതാണ് ഏറ്റവും ആശങ്കകരമായിരിക്കുന്നത്. അതുതന്നെയാണ് ഇപ്പോൾ അവിടെയും നമ്മളത് കാണുന്നത്. അതുകൊണ്ടാണ് ആ സിസ്റ്റേഴ്സിൻ്റെ കാര്യത്തിലും അത് കാണുന്നത്. അതാണ്.